നമസ്കാരം, പി എസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ലബോറട്ടറി അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള ദേവസ്വം ബോർഡ് LDC പരീക്ഷകളിൽ എത്തിക്കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടൊരു 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC പുറത്തിറക്കുന്ന PSC ബുള്ളറ്റിനിലെ തിരഞ്ഞെടുക്കപ്പെട്ട 50 പ്രസ്താവന ചോദ്യങ്ങളാണ്. സുഹൃത്തുക്കൾ പഠിക്കുക. ഈ പ്രസ്താവന ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ശ്രദ്ധിക്കുക. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കുന്ന PSC ബുള്ളറ്റിൻ എന്ന് പറയുന്ന പതിപ്പിൽ നിന്നും തിരഞ്ഞെടുത്ത 50 പ്രസ്താവന ചോദ്യങ്ങളാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 20ാമത്തെ ചോദ്യം എന്താണ്? ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മൗലിംഗ് അരുണാചൽ പ്രദേശ്. മൗലിംഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശ്. വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ബീഹാർ ആണ്. വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ബീഹാർ ആണ്. ബ്ലൂ മൗണ്ട് സ്ഥിതി ചെയ്യുന്നത് മിസോറാം ആണ്. ബ്ലൂ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത് മിസോറാം ആണ്. ബെന്നാർഘട്ട സ്ഥിതി ചെയ്യുന്നത് കർണാടകയാണ്. ബെന്നാർഘട്ട സ്ഥിതി ചെയ്യുന്നത് കർണാടകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ് കേട്ടോ. പഠിച്ചോളനെ. മൗലിംഗ് എന്ന് പറയുന്ന സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. മൗലിംഗ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. വാൽമീകി സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ബ്ലൂ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. ബെന്നാർഘട്ട സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. പഠിച്ചോളനെ. മൗലിംഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. വാൽമീകി സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ബ്ലൂ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. ബെന്നാർഘട്ട സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. പഠിക്കുക. 21ാമത്തെ ചോദ്യം. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷൻ. ഓപ്ഷൻ ബി, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള അവകാശം സുപ്രീം കോടതിക്കാണ്. ഓപ്ഷൻ സി, രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓപ്ഷൻ ഡി, രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരിയായ പ്രസ്താവന? ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പഠിക്കുക. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകളാണ് നമ്മൾ പറഞ്ഞത്. ഇതെല്ലാം ശരിയാണ്. ശ്രദ്ധിക്കുക. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? സുപ്രീം കോടതിക്ക് മാത്രമാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. പഠിച്ചോളനെ. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. പഠിക്കുക. 22ാമത്തെ ചോദ്യം. കേരള കലാരൂപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ 22ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ചിരിക്കുന്ന ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. ഓപ്ഷൻ സി, കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം. ഓപ്ഷൻ ഡി, കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. ഇതിൽ ഏതാ ശരിയായ പ്രസ്താവന? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അതുകൊണ്ട് പഠിക്കുക. കേരള കലാരൂപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ എല്ലാം ശരിയാണ്. നമുക്ക് നോക്കാം ഓരോ പ്രസ്താവനകളായിട്ട്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ഭാരതീയ നൃത്തരൂപം എന്ന് ചോദിച്ചാൽ അത് കൂടിയാട്ടമാണ്. ലോക പൈതൃകമായിട്ട് യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം എന്ന് ചോദിച്ചാൽ അത് കൂടിയാട്ടമാണ്. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാർ. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ ആണ്. കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം. കഥകളി മുദ്രയ്ക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. കഥകളി മുദ്രയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. പഠിക്കുക. 23ാമത്തെ ചോദ്യം. 2024 ലോക പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ക്വസ്റ്റ്യൻ എന്താ സുഹൃത്തുക്കളെ? 2024 ലോക പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 ആണ്. പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 ആണ്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ഭൂപ്രദേശ പുനഃസ്ഥിതീകരണവും മരുഭൂമിവൽക്കരണം വരൾച്ച പൂർവ്വസ്ഥിതി പ്രാപിക്കലും എന്നതായിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആശയം. ഓപ്ഷൻ സി, 2024 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. ഓപ്ഷൻ ഡി, മരുഭൂമിവൽക്കരണം, ഭൂപ്രദേശങ്ങളുടെ തരം മാറ്റൽ,
വരൾച്ച എന്നിവയുമായി 2024 പരിസ്ഥിതി ദിനത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഇതില് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് ചോദിച്ചാൽ താഴെ പറയുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അതുകൊണ്ട് പഠിച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സുഹൃത്തുക്കൾ പഠിക്കുക. 2024 ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ എ, പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് ജൂൺ 5 സുഹൃത്തുക്കളെ? 1974 ജൂൺ 5 കേട്ടോ. 1974 ജൂൺ 5 മുതലാണ് നമ്മൾ പരിസ്ഥിതി ദിനമായിട്ട് ജൂൺ 5 ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ പരിസ്ഥിതി ദിനം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് രൂപപ്പെട്ടത് എവിടെയാ സുഹൃത്തുക്കളെ? പരിസ്ഥിതി അല്ലെങ്കിൽ ലോക പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞൊരു ദിനം നമുക്ക് വേണമെന്നും അന്ന് പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണമെന്നുമുള്ള ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യമായിട്ട് രൂപപ്പെട്ടത് ഏത് ചർച്ചയിലാണെന്ന് ചോദിച്ചാൽ അത് 1972 നടന്ന UN സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. 1972 നടന്ന UN സമ്മേളനമായിരുന്നു. എവിടെ വെച്ചാണ് നടന്നത്? ഇതൊക്കെ PSC ചോദിച്ചതാണേ. എവിടെ വെച്ചാണ് നടന്നത്? സ്വീഡനിൽ വെച്ചായിരുന്നു കേട്ടോ. സ്വീഡനിൽ വെച്ച്, സ്വീഡനിലെ സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു എന്ത് നടന്നത്? ഈ പറഞ്ഞിരിക്കുന്ന 1972 UN പരിസ്ഥിതി സമ്മേളനം നടന്നത്. ഈ UN പരിസ്ഥിതി സമ്മേളനത്തിൽ വെച്ചാണ് നമ്മുടെ ലോകത്തിൽ മൊത്തത്തിൽ ഒരു പരിസ്ഥിതി ദിനം വേണമെന്നും ആ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പരിസ്ഥിതിയെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നുമുള്ള തീരുമാനം വന്നത്. എന്നാൽ പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് 1974 നടന്ന ജൂൺ 5 നടന്ന സമ്മേളനത്തിൽ മുതലാണ് കേട്ടോ. ഈ സമ്മേളനത്തിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ 150 രാജ്യങ്ങൾ പങ്കെടുത്തു. ബാക്കിയുള്ള 3 പോയിന്റുകൾ നമുക്ക് നോക്കാം. ഭൂപ്രദേശ പുനഃസ്ഥിതീകരണവും മരുഭൂമിവൽക്കരണം, വരൾച്ച പൂർവ്വസ്ഥിതി പ്രാപിക്കലും എന്നതായിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആശയം. പഠിക്കാതെ പോവല്ലേ, PSC ചോദിക്കും. ഭൂപ്രദേശ പുനഃസ്ഥിതീകരണം, മരുഭൂമിവൽക്കരണം, വരൾച്ച പൂർവ്വസ്ഥിതി പ്രാപിക്കലും എന്നതായിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആശയം. 2024 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയം വഹിച്ച രാജ്യം സൗദി അറേബ്യ ആയിരുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിച്ചോളനെ. 2024 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? സൗദി അറേബ്യ ആയിരുന്നു. മരുഭൂമിവൽക്കരണം, ഭൂപ്രദേശങ്ങളുടെ തരം മാറ്റൽ, വരൾച്ച എന്നിവയായിരുന്നു 2024 പരിസ്ഥിതി ദിനത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. അതുകൂടി ഒന്ന് പഠിച്ചോളനെ. മരുഭൂമിവൽക്കരണം, ഭൂപ്രദേശങ്ങളുടെ തരം മാറ്റൽ, വരൾച്ച എന്നിവയായിരുന്നു 2024 പരിസ്ഥിതി ദിനത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ. പഠിക്കുക. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ISROയുടെ നേട്ടങ്ങൾ ഏതൊക്കെ? 24ാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ISROയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. ഓപ്ഷൻ ബി, തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ എന്നിവയെ പഠനത്തിനായിട്ട് 2024 ജനുവരിയിൽ ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്. മൂന്നാമത്തെ പോയിന്റ്, ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനായി ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. ഓപ്ഷൻ ഡി, ISRO വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം 3. ഇതിലേതാണ് ശരിയായിട്ടുള്ള ISROയുടെ നേട്ടമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം ISROയുടെ നേട്ടം തന്നെയാണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗിക്കാൻ കഴിയുന്ന, അതായത് പുതിയതായിട്ട് പിന്നെയും ഉപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. നമ്മുടെ ചിത്രത്തിലൊക്കെ കണ്ടു കാണും പുഷ്പക് എന്നുള്ളത്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ എന്നിവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരിയിൽ ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്. എന്താണ്? എക്സ്പോസാറ്റ്. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പോസാറ്റ് കേട്ടോ. ഏതാണ്? എക്സ്പോസാറ്റ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ചോദിച്ചാലും അതും എക്സ്പോസാറ്റ് തന്നെയാണ് കേട്ടോ. എക്സ് എന്ന് വെച്ചാൽ എക്സ്റേ തരംഗങ്ങൾ കേട്ടോ. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനായി ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ അതും എക്സ്പോസാറ്റ് തന്നെയാണ്. എക്സ്പോസാറ്റ് എന്നാ സുഹൃത്തുക്കളെ വിക്ഷേപിച്ചത്? 2024 ജനുവരിയാണ്. എന്ന് പറഞ്ഞാൽ അതിലൊരു കറണ്ട് അഫയേഴ്സ് ഒളിച്ചു കിടപ്പുണ്ട്. ഓൾറെഡി PSC അത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കുക. പിന്നെ എന്താ പഠിക്കാനുള്ളത്? ISRO വിക്ഷേപിച്ച ഏറ്റവും ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം 3 എന്നുള്ള POEM കേട്ടോ. പോയം 3 എന്നുള്ളത്, ഈ പോയം 3യുടെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ P എന്ന് വെച്ചാൽ
PSLV. O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റല്, O എന്ന് പറഞ്ഞാല് ഓർബിറ്റല്. അതുപോലെ E എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്പെരിമെന്റ്, M എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊഡ്യൂള്. കേട്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോ POEM പോയത്തിന്റെ ഫുൾ ഫോം എന്താ സുഹൃത്തുക്കളെ? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂള്. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂളിനെയാണ് നമ്മള് പോയം 3 എന്ന് പറയുന്ന POEM 3 പോയം 3 എന്ന് പറയുന്നത്. കേട്ടോ, പഠിച്ചോളെ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, 1885 ഡിസംബർ 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഓപ്ഷൻ 2, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ സമയത്തെ വൈസ്രോയി ഡഫറിൻ പ്രഭു ആയിരുന്നു. ഓപ്ഷൻ 3, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക സെക്രട്ടറി AO ഹ്യൂമാണ്. നാലാമത്തെ പോയിന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ച സ്ഥലം പൂനെ ആയിരുന്നു. പ്ലേഗ് മൂലമാണ് ഇത് മുംബൈയിലേക്ക് മാറ്റിയത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാ സുഹൃത്തുക്കളെ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ ഓരോന്നായി നോക്കാം. 1885 ഡിസംബർ മാസം 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. 1885 ഡിസംബർ മാസം 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ സമയത്തെ വൈസ്രോയി ഡഫറിൻ പ്രഭു ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ സമയത്ത് വൈസ്രോയി ഡഫറിൻ പ്രഭു ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക സെക്രട്ടറി AO ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക സെക്രട്ടറി AO ഹ്യൂം ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ച സ്ഥലം പൂനെ ആയിരുന്നുവെങ്കിലും പ്ലേഗ് മൂലമാണ് ഇത് മുംബൈയിലേക്ക് മാറ്റിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ച സ്ഥലം പൂനെ ആയിരുന്നെങ്കിലും പ്ലേഗ് മൂലമാണ് ഇത് മുംബൈയിലേക്ക് മാറ്റിയത്. പഠിക്കുക. 27ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നമുക്ക് നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ ആരായിരുന്നു? മൈക്കിൾ ഒ ഡയർ ആയിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് പദവി ഉപേക്ഷിച്ച വ്യക്തി ചേറ്റൂർ ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പട്ടാള ഉദ്യോഗസ്ഥൻ ജനറൽ ഡയർ ആയിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13-നാണ്. അത് ഇപ്പോഴത്തെ പഞ്ചാബിലാണ്. ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന. ഈ പ്രസ്താവനകൾ ഏതാ സുഹൃത്തുക്കളെ ശരി? എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. താഴെ പറഞ്ഞിരിക്കുന്നതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് പദവി ഉപേക്ഷിച്ച വ്യക്തി ചേറ്റൂർ ശങ്കരൻ നായർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പട്ടാള ഉദ്യോഗസ്ഥനാണെങ്കിൽ അത് ജനറൽ ഡയർ ആണ് കേട്ടോ. മൈക്കിൾ ഒ ഡയർ അല്ല, ജനറൽ ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13-നാണ്. 1919 ഏപ്രിൽ 13-നാണ്. അത് എവിടെയാണ്? പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ് കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ പഞ്ചാബ് സംസ്ഥാനത്തിലാണ്. പഠിക്കുക. 28ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ പറയുന്നവയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഓപ്ഷൻ ബി, മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഓപ്ഷൻ സി, സൊറൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഓപ്ഷൻ ഡി, 42ാം ഭരണഘടനാ ഭേദഗതി വഴി 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തി. 86ാം ഭരണഘടനാ ഭേദഗതി വഴി 11ാമത് മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. ഇങ്ങനെ ആകെ 11 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരിയായ പ്രസ്താവന? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് പഠിക്കാൻ നമുക്ക്. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു.
ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകള് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. മൗലിക കടമകള് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. സൊരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. സൊരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 42ാം ഭരണഘടനാ ഭേദഗതി വഴി 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തുകയും 86ാം ഭരണഘടനാ ഭേദഗതി വഴി 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇങ്ങനെ ഇപ്പോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൊത്തം 11 മൗലിക കടമകളുണ്ട്. ഒന്നുകൂടി പറയാം, 42ാം ഭരണഘടനാ ഭേദഗതി വഴി ആദ്യം 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തുകയും 86ാം ഭരണഘടനാ ഭേദഗതി വഴി 11ാമത്തെ മൗലിക കടമയും കൂട്ടിച്ചേർത്തതോടുകൂടി ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 11 മൗലിക കടമകളുണ്ട്. പഠിക്കുക. 29ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്റർനെറ്റിലൂടെ അനുവാദം കൂടാതെ മറ്റു വ്യക്തികൾക്ക് കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനം തടയുന്ന ഉപാധിയാണ് ഫയർവാൾ. പ്രകാശം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വയർലെസ് നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ലിഫി അഥവാ LIFI. ഓപ്ഷൻ സി, ഒരു മുറിയോ കെട്ടിടത്തിലെയോ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലാൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി, അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കി മാറ്റുകയും തിരിച്ചും ചെയ്യുന്നതാണ് ഉപകരണമാണ് മോഡം. ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്റർനെറ്റിലൂടെ അനുവാദം കൂടാതെ മറ്റു വ്യക്തികൾക്ക് കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനം തടയുന്ന ഉപാധിയാണ് ഫയർവാൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രകാശം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വയർലെസ് നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ലിഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രകാശം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വയർലെസ് നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ലിഫി എന്നറിയപ്പെടുന്നത്. ഒരു മുറിയെയോ കെട്ടിടത്തെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെ ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നു. ഒരു മുറിയിലെയോ ഒരു കെട്ടിടത്തിലെയോ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ എന്നറിയപ്പെടുന്നു. അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ ആക്കുകയും അതിനെ തിരിച്ചും അതായത് ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റുകയും ചെയ്യുന്ന ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. പഠിക്കുക. അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ ആക്കുകയും തിരിച്ച് ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് ആക്കുകയും ചെയ്യുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ അത് മോഡമാണ്. പഠിക്കും. 30ാമത്തെ ചോദ്യം, ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നമ്മൾ ഒരുപാട് അനുഭവിച്ചല്ലേ ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും ചോദ്യം പ്രതീക്ഷിക്കാം. ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ഏറെക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഉയർന്ന ചൂട് കൂടിയ കാലാവസ്ഥയാണ് ഉഷ്ണതരംഗം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി, ഒരു പ്രദേശത്ത് സാധാരണ താപനിലയിൽ നിന്നും 6.5 ഡിഗ്രി മുകളിലായാൽ ഇതിനെ തീവ്ര ഉഷ്ണതരംഗ പരിധിയിൽ പെടുത്തുന്നു. ഓപ്ഷൻ സി, ആഗോള താപനത്തിന്റെ ഫലമായി ധ്രുവപ്രദേശങ്ങളിൽ കൂടുതൽ ചൂട് പിടിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ആർട്ടിക് പ്രവർത്തനം. ആർട്ടിക് പ്രവർത്തനമല്ലേ ആർട്ടിക് പ്രവർത്തനം അഥവാ ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ. ഓപ്ഷൻ ഡി, ആർട്ടിക് പ്രവർത്തനത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന മന്ദഗതിയിൽ ചലിക്കുന്ന വർത്തുള ഉഷ്ണ തരംഗങ്ങളാണ് റോസ്ബി തരംഗങ്ങൾ എന്നറിയപ്പെടുന്നത്. റോസ്ബി തരംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാ സുഹൃത്തുക്കളെ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പഠിക്കുക. ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് പഠിക്കാം. ഏറെക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഉയർന്ന ചൂട് കൂടിയ കാലാവസ്ഥയാണ് ഉഷ്ണതരംഗം എന്നറിയപ്പെടുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു തരംഗമൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഈ പറയുന്ന സൂര്യനിൽ നിന്ന് വരുന്ന തരംഗമെന്നും അല്ല. എന്താണ് ഉഷ്ണതരംഗം എന്ന് പറയുന്നത്? കൃത്യമായിട്ട് ഉഷ്ണതരംഗം എന്ന് പറയുന്നതിന്റെ നിർവചനം എന്തെന്ന് ചോദിച്ചാൽ ഏറെക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രദേശത്തെ ഉയർന്ന ചൂട് കൂടിയ കാലാവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഉഷ്ണതരംഗം എന്നല്ലാതെ ഇതൊരു തരംഗമെന്നുമല്ല, ഒരു കാലാവസ്ഥ പ്രതിഭാസം മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തെ സാധാരണ താപനിലയിൽ നിന്നും 6.5 ഡിഗ്രി മുകളിലായി കഴിഞ്ഞാൽ ഇതിനെ തീവ്ര ഉഷ്ണതരംഗ പരിധിയിൽ പെടുത്തുന്നു. അതായത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തിൽ ഒരു 36-37 ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ താപനില എന്ന് കരുതുക. അതിൽ നിന്നും 6.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില കൂടിക്കഴിഞ്ഞാൽ അത്തരം പ്രദേശങ്ങളെ നമ്മൾ തീവ്ര ഉഷ്ണതരംഗ പരിധിയിൽ പെടുത്തുന്നു. തീവ്ര ഉഷ്ണതരംഗ പരിധിയിൽ പെടുത്തുന്നു. ആഗോളതാപനത്തിന്റെ ഫലമായി ധ്രുവപ്രദേശങ്ങളിൽ കൂടുതൽ ചൂട് പിടിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ആർട്ടിക് പ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് ധ്രുവപ്രദേശങ്ങളിൽ കൂടുതൽ ചൂട് പിടിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ്
ആർട്ടിക് പ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നു. ഈ ആർട്ടിക് പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന മന്ദഗതിയിൽ ചലിക്കുന്ന വർത്തുള ഉഷ്ണതരംഗങ്ങളാണ് റോസ്ബി തരംഗങ്ങൾ. ആർട്ടിക് പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന മന്ദഗതിയിൽ ചലിക്കുന്ന വർത്തുള തരംഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് റോസ്ബി തരംഗങ്ങൾ. പഠിക്കുക. 31ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഗരുഡി ഗാംപെ കർണാടക. ഗരുഡി ഗാംപെ കർണാടക. ഐപ്പൻ ചിത്രകല ഉത്തരാഖണ്ഡ്. ഐപ്പൻ ചിത്രകല ഉത്തരാഖണ്ഡ്. ചാത്രാരി നൃത്തം ഹിമാചൽ പ്രദേശ്. ചാത്രാരി നൃത്തം ഹിമാചൽ പ്രദേശ്. ഇവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ഓപ്ഷൻ ഡി. ഇവയെല്ലാം ശരിയാണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം PSC എടുത്തിട്ട് ഏത് സംസ്ഥാനത്ത് നിന്ന് ചോദിക്കും. പക്കയാണ്, പഠിച്ചോളനെ. ഗരുഡി ഗാംപെ കർണാടക. ഗരുഡി ഗാംപെ കർണാടക. എന്താ സുഹൃത്തുക്കളെ ഈ ഗരുഡി ഗാംപെ എന്ന് വെച്ചാല് ഇത് തടിയിൽ നിർമ്മിക്കുന്ന ഏകദേശം 15-16 മീറ്റർ ഉള്ള വലിയ ബൊമ്മകളാണ് കേട്ടോ, അല്ലെങ്കിൽ വലിയ പാവകളാണ് കേട്ടോ. ഈ പാവകളെ അവിടുത്തെ ഉത്സവ സമയത്ത് എന്ത് ചെയ്യും, ആൾക്കാർ തലയ്ക്ക് ചുമന്ന് ഇങ്ങനെ കൊണ്ടു നടക്കും. ഈ ഗരുഡി ഗാംപെ പാവകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പാവകൾ അറിയപ്പെടുന്ന പേരാണ് മാന്ത്രിക പാവ എന്ന് കേട്ടോ. കർണാടകത്തിലെ മാന്ത്രിക പാവ എന്നറിയപ്പെടുന്നത്, മാന്ത്രിക പാവ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാല് ഈ ഗരുഡി ഗാംപയാണ് കേട്ടോ. അപ്പൊ ഗരുഡി ഗാംപയുടെ പ്രത്യേകത മനസ്സിലായല്ലോ. എന്താ ഗരുഡി ഗാംപയുടെ പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത, ഇത് മരത്തിൽ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ തടിയിൽ നിർമ്മിക്കുന്ന 15-16 മീറ്ററുമുള്ള വലിപ്പം കൂടിയ പാവകളാണ്. ഈ പാവകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാല് അവിടെ ഉത്സവ സമയത്ത് അവരെന്ത് ചെയ്യും, ഇങ്ങനെ കൊണ്ടു നടക്കും കേട്ടോ, അലങ്കരിച്ച് കൊണ്ടു നടക്കും. ഇത് എന്തെന്ന്, ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കർണാടകത്തിലെ മാന്ത്രിക പാവകൾ എന്നറിയപ്പെടുന്നത് ഈ ഗരുഡി ഗാംപയാണ്. ഏത് സംസ്ഥാനത്തുള്ളതാണ്? കർണാടക സംസ്ഥാനത്തുള്ളതാണ്. അടുത്തതാണ് അയ്യപ്പൻ ചിത്രകല. എന്താണ് അയ്യപ്പൻ ചിത്രകല? ഇത് ഉത്തരാഖണ്ഡിലെ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാല് ഉത്തരാഖണ്ഡിന്റെ ഭാഗമായുള്ള കുമയോൺ മേഖലകളിലുള്ള വ്യക്തികൾ ചെയ്യുന്ന പ്രത്യേകതരം ചിത്രകലയാണ് ഈ അയ്യപ്പൻ ചിത്രകല എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഇവര് ഈ ഗരു എന്നറിയപ്പെടുന്ന, എന്താണ് ഗരു എന്നറിയപ്പെടുന്ന പ്രത്യേകതരം കളിമണ്ണുണ്ട് കേട്ടോ. ഇതിന്റെ നിറം ചുവപ്പാണ്. അപ്പൊ ഗരു എന്ന് പറയുന്ന കളിമണ്ണിന്റെ നിറം എന്താണ്? ചുവപ്പ് നിറമാണ്. ഈ ഗരു എന്ന് പറയുന്ന കളിമണ്ണ് കൊണ്ട് ഇവര് പാത്രങ്ങൾ നിർമ്മിച്ചിട്ട് അതിനകത്ത് ബിന്വാർ എന്നറിയപ്പെടുന്ന, എന്താണ് ബിന്വാർ എന്നറിയപ്പെടുന്ന അരി അരച്ചിട്ട് അതുപയോഗിച്ച് അവരെന്ത് ചെയ്യും, ചിത്രങ്ങൾ വരയ്ക്കും കേട്ടോ. ബിന്വാർ എന്ന് പറയുന്ന അരി അരച്ച് അവരെന്ത് ചെയ്യും, അതുപയോഗിച്ച് ഈ ഗരു എന്ന് പറയുന്ന ഈ ചുവപ്പ് കളിമണ്ണിൽ ഉണ്ടാക്കിയ ശില്പങ്ങളുണ്ടല്ലോ അതിനകത്ത് അവരെന്ത് ചെയ്യും, ചിത്രകല നടത്തും. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് അയ്യപ്പൻ ചിത്രകല. ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്ത്രീകളാണ് കേട്ടോ, സ്ത്രീകളാണ്. അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് PSC. അപ്പോൾ അയ്യപ്പൻ ചിത്രകല സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പ്രചാരത്തിലിരിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചുവപ്പ് നിറത്തിലുള്ള കളിമണ്ണിന്റെ പേരാണ് ഗരു എന്നുള്ളത്. അതുപോലെ അതിൽ വെള്ള നിറത്തിൽ അവർ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന അരി ഏതാണ് അരച്ചെടുക്കുന്നത്? അത് ബിന്വാർ ആണ്. പഠിക്കുക. ചാത്രാരി എന്ന് പറയുന്ന നൃത്തരൂപം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ചാത്രാരി എന്ന നൃത്തരൂപം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. പഠിക്കുക. 32ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിലെ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ച വർഷം 1919. റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ച വർഷം 1919. ഓപ്ഷൻ ബി, ഈ നിയമപ്രകാരം ഭീകരവാദികളായി സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിലാക്കാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്നു. ഓപ്ഷൻ സി, റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഓപ്ഷൻ ഡി, അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്ട് ആണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് ചോദിച്ചാല് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പഠിക്കാൻ നമുക്ക്. അപ്പോൾ താഴെ പറയുന്നതിൽ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ച വർഷം 1919. റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ച വർഷം 1919. ഈ നിയമപ്രകാരം ഭീകരവാദികളായി സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിൽ വെക്കാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരമുണ്ട്. ഈ നിയമപ്രകാരം അല്ലെങ്കിൽ റൗലറ്റ് ആക്ട് പ്രകാരം ഭീകരവാദികളായി സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിലാക്കാൻ ബ്രിട്ടീഷ് സർക്കാരിന് അധികാരമുണ്ടായിരുന്നു. അതുപോലെ തന്നെ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട് 1919 ഏപ്രിൽ 13
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് പഠിച്ചോളനെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കാൻ കാരണം റൗലറ്റ് ആക്ട് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ മാസം 13 പഠിക്കുക. അതുപോലെ തന്നെ അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്ട് ആണ്. അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്ട് ആണ് പഠിക്കുക. 33ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എ, മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലയളവിലാണ് സൈദ് വിളകൾ കൃഷി ചെയ്യുന്നത്. ഓപ്ഷൻ ബി, ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിളകൾ. ഓപ്ഷൻ സി, ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നതാണ് റാബി വിളകൾ. ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരി തന്നെയാണ്. പഠിക്കാൻ നമുക്ക് മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് സൈദ് വിളകൾ എന്നറിയപ്പെടുന്നത്. മാർച്ച് മാസം മുതൽ ജൂൺ മാസം വരെയുള്ള കാലയളവിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് സെയ്ദ് വിളകൾ എന്നറിയപ്പെടുന്നത്. ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിളകള്. ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നതാണ് റാബി വിളകൾ. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നതാണ് റാബി വിളകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 3 പോയിന്റും സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. നമ്മുടെ 34ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ അനുച്ഛേദം 32മായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ അനുച്ഛേദം 32മായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, അനുച്ഛേദം 32 ഭരണഘടനാപരമായ പ്രതിവിധികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അനുച്ഛേദം 32 ഭരണഘടനാപരമായ പ്രതിവിധികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓപ്ഷൻ ബി, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 32. ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരി? താഴെ പറഞ്ഞ എല്ലാ പോയിന്റും ശരിയാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി പഠിക്കാം. ആർട്ടിക്കിൾ 32മായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് അനുച്ഛേദം 32 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 32. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. പഠിക്കുക. 35ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കോണ്ടൂർ രേഖകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കോണ്ടൂർ രേഖകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ ചേർത്തുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ ചേർത്തുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖകൾ. ഓപ്ഷൻ ബി എന്താണ്? ഒരു പ്രദേശത്തിന്റെ കിടപ്പ് അല്ലെങ്കിൽ രൂപം മനസ്സിലാക്കുവാൻ കോണ്ടൂർ രേഖകൾ സഹായിക്കുന്നു. ഓപ്ഷൻ സി, ധാരാധരീയ ഭൂപടങ്ങളിൽ കോണ്ടൂർ രേഖകൾ തവിട്ട് നിറത്തിൽ കാണപ്പെടുന്നു. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരിയായിട്ടുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റ്സും ശരിയാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കാം. കോണ്ടൂർ രേഖകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് ആ പോയിന്റ്? സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ ചേർത്തുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്ന പേരാണ് കോണ്ടൂർ രേഖകൾ. ഒരു പ്രദേശത്തിന്റെ കിടപ്പ് അല്ലെങ്കിൽ രൂപം മനസ്സിലാക്കുവാൻ കോണ്ടൂർ രേഖകൾ സഹായിക്കുന്നു. ധാരാതലീയ ഭൂപടങ്ങളിൽ കോണ്ടൂർ രേഖകൾ തവിട്ട് നിറത്തിലാണ് കാണപ്പെടുന്നത്. ധാരാതലീയ ഭൂപടങ്ങളിൽ കോണ്ടൂർ രേഖകൾ തവിട്ട് നിറത്തിലാണ് കാണപ്പെടുന്നത്. പഠിക്കുക. 36ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സാധുജന ദൂതൻ എന്നുള്ള പത്രം ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. സാധുജന ദൂതൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫ് ആണ്. ഹരിജൻ എന്നുള്ള പത്രം ആരംഭിച്ചത് KP വള്ളോൻ. ഹരിജൻ എന്നുള്ള പത്രം ആരംഭിച്ചത് KP വള്ളോനാണ്. മിതവാദി പത്രം ആരംഭിച്ചത് C കൃഷ്ണനാണ്. മിതവാദി പത്രം ആരംഭിച്ചത് ആരാണ്? C കൃഷ്ണനാണ്. അൽ ഇസ്ലാം പത്രം ആരംഭിച്ചത് വക്കം മൗലവിയാണ്. ഇതെല്ലാം ശരിയാണ് കേട്ടോ. ഇങ്ങനെ അങ്ങ് പഠിച്ചോളണേ. സാധുജന ദൂതൻ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. ഹരിജൻ എന്നുള്ള പത്രം ആരംഭിച്ചത് KP വള്ളോനാണ്. മിതവാദി പത്രത്തിന്റെ സ്ഥാപകൻ C കൃഷ്ണനാണ്. അൽ ഇസ്ലാം പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവിയാണ്. പഠിക്കുക. 37ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ 2 ലോകസഭാ സീറ്റുകൾ വീതമുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് തിരിച്ചറിയുക. ഓപ്ഷൻ എ, ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ.
ഓപ്ഷൻ ബി മണിപ്പൂർ, ഗോവ, ഹിമാചൽ പ്രദേശ്, മിസോറാം. ഓപ്ഷൻ സി മേഘാലയ, ത്രിപുര, ഹിമാചൽ പ്രദേശ്. ഓപ്ഷൻ ഡി മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, സിക്കിം. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ? 2 ലോക്സഭാ സീറ്റുകൾ വീതമുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് ഓപ്ഷൻ എ ആണ് കേട്ടോ, പഠിച്ചോളണേ. അപ്പോൾ 2 ലോക്സഭാ സീറ്റുകൾ വീതമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ. ഏതൊക്കെയാണ്? ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ എന്നിവയാണ് പഠിക്കുക. 38ാമത്തെ ചോദ്യം, വാറന്റ് കേസ് എന്നാൽ എന്ത്? വാറന്റ് കേസ് എന്നാൽ എന്ത്? ഓപ്ഷൻ എ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി ബന്ധപ്പെട്ട കേസ്. ഓപ്ഷൻ ബി ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസ്. ഓപ്ഷൻ സി 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസ്. ഇതിൽ ഏതാണ് വാറന്റ് കേസ് എന്ന് ചോദിച്ചാൽ ഇതിൽ 3ഉം ശരിയാണ് കേട്ടോ, പഠിച്ചോളണേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ 3ഉം ശരിയാണ്. അപ്പോൾ വാറന്റ് കേസ് എന്നാൽ എന്താണ്? വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസിനെ നമുക്ക് വാറന്റ് കേസ് എന്ന് പറയാം. അപ്പൊ എന്താണ്? വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസിനെ നമുക്ക് വാറന്റ് കേസ് എന്ന് പറയാം. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ അതിനെയും നമുക്ക് വാറന്റ് കേസ് എന്ന് പറയാം. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസിനെയും നമുക്ക് വാറന്റ് കേസ് എന്ന് പറയാം. 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസിനെ വാറന്റ് കേസ് എന്ന് പറയാം. 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസിനെ നമുക്ക് വാറന്റ് കേസ് എന്ന് പറയാം. പഠിക്കുക. 39ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമായിരുന്നു മിന്റോ മോർലി ഭരണപരിഷ്കാരം. 1909 പാസാക്കിയ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആക്ട് എന്നറിയപ്പെടുന്നത് മിന്റോ മോർലി ഭരണപരിഷ്കാരമാണ്. ഓപ്ഷൻ സി വൈസ്രോയിയുടെ കൗൺസിലിലേക്ക് ഇന്ത്യക്കാരെ തിരഞ്ഞെടുത്തു തുടങ്ങിയതിന് കാരണമായ പരിഷ്കരണമാണ് മിന്റോ മോർലി ഭരണപരിഷ്കരണം. ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ് കേട്ടോ. അതുകൊണ്ട് പഠിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കരണമാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമായിരുന്നു മിന്റോ മോർലി ഭരണപരിഷ്കാരം. 1909 പാസാക്കിയ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആക്ട് എന്നറിയപ്പെടുന്നത് മിന്റോ മോർലി ഭരണപരിഷ്കാരമാണ്. വൈസ്രോയിയുടെ കൗൺസിലിലേക്ക് ഇന്ത്യക്കാരെ തിരഞ്ഞെടുത്തു തുടങ്ങിയതിന് കാരണമായ ഭരണപരിഷ്കാരമാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം. വൈസ്രോയിയുടെ കൗൺസിലിലേക്ക് ഇന്ത്യക്കാരെ തിരഞ്ഞെടുത്തു തുടങ്ങിയതിന് കാരണമായ ഭരണപരിഷ്കാരമാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം. പഠിക്കുക. 40ാമത്തെ ചോദ്യം, റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. ഓപ്ഷൻ ബി 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. ഓപ്ഷൻ സി IMF പ്രതിദാനം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. ഓപ്ഷൻ ഡി 25ാമത് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. 25ാമത് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരി? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ്. ഒന്നുകൂടി നോക്കാം. റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് നമ്മൾ പറഞ്ഞത്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയാണ്. മുംബൈയിൽ എവിടെയാ സുഹൃത്തുക്കളെ? എല്ലാവർക്കും അറിയാം, നരിമാൻ പോയിന്റ് അല്ലേ? എവിടെയാണ്? മുംബൈയിലെ നരിമാൻ പോയിന്റിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. IMF അഥവാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടില് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMF ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. 25ാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ശക്തികാന്ത ദാസ് ആണ്. അല്ലെങ്കിൽ PSC ചോദിക്കും ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരെന്ന് ചോദിച്ചാലും ശക്തികാന്ത ദാസ് ആണ്. പഠിക്കുക. അപ്പോൾ 25ാമത് റിസർവ് ബാങ്ക് ഗവർണർ ചോദിച്ചാലും ഇപ്പോഴത്തെ കറണ്ട് റിസർവ് ബാങ്ക് ഗവർണർ ആരെന്ന് ചോദിച്ചാലും ശക്തികാന്ത ദാസ് ആണ്. പഠിക്കുക. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ 1952 ഏപ്രിൽ മാസം 3-ാം തീയതി രാജ്യസഭ നിലവിൽ വന്നത്. ഓപ്ഷൻ ബി രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം 12 ആണ്. ഓപ്ഷൻ സി ഭരണഘടനയുടെ 80-ാം വകുപ്പ് പ്രകാരമാണ് രാജ്യസഭ രൂപീകൃതമായത്. ഓപ്ഷൻ ഡി രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 ആണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ് കേട്ടോ. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. താഴെ പറയുന്ന
പ്രസ്താവനകൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. 1952 ഏപ്രിൽ 3-നാണ് രാജ്യസഭ നിലവിൽ വന്നത്. 1952 ഏപ്രിൽ 3-നാണ് രാജ്യസഭ നിലവിൽ വന്നത്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം 12 പഠിച്ചോളനെ, തെറ്റിപ്പോവല്ലേ. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം 12. ഭരണഘടനയുടെ 80-ാം വകുപ്പ് അനുസരിച്ച് രാജ്യസഭ രൂപീകൃതമായി. ഭരണഘടനയുടെ 80-ാം വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 250 പഠിക്കുക. താഴെ പറയുന്നവയിൽ ലോകസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഓപ്ഷൻ ബി. ലോകസഭാ സെക്രട്ടേറിയറ്റിന്റെ നിയന്ത്രണാധികാരി എന്നറിയപ്പെടുന്നത് ലോകസഭാ സ്പീക്കറാണ്. ഓപ്ഷൻ സി. ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ്. ഓപ്ഷൻ ഡി. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിത അമ്മു സ്വാമിനാഥനാണ്. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ ഏതാ ശരി സുഹൃത്തുക്കളെ? എല്ലാ പോയിന്റും ശരിയാണ് കേട്ടോ. എല്ലാ പോയിന്റ്സും ശരിയാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ലോകസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ് കേട്ടോ. പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയും പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്ന രാജ്യസഭയുമാണ് കേട്ടോ. പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭ. ലോകസഭ സെക്രട്ടേറിയറ്റിനെ നിയന്ത്രിക്കുന്ന വ്യക്തിത്വം ആരാണ്? ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സെക്രട്ടേറിയറ്റിന്റെ നിയന്ത്രണാധികാരി എന്നറിയപ്പെടുന്നത് ലോകസഭാ സ്പീക്കറാണ്. ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ്. ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ്. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിത അമ്മു സ്വാമിനാഥനാണ്. 43-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ ബി. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിച്ച കമ്മീഷൻ ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നു. ഓപ്ഷൻ സി. ത്രിതല പഞ്ചായത്ത് രാജ് എന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ്. ഓപ്ഷൻ ഡി. പഞ്ചായത്ത് രാജ് നിയമം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് രാജീവ് ഗാന്ധിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. താഴെ പറയുന്നതിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഓരോന്നായിട്ട് പഠിക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിച്ച കമ്മീഷൻ ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിച്ച കമ്മീഷൻ ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നു. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നു. ത്രിതല പഞ്ചായത്ത് രാജ് എന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ്. ത്രിതല പഞ്ചായത്ത് രാജ് എന്നത് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ്. പഞ്ചായത്ത് രാജ് നിയമം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. എന്നാൽ പാർലമെന്റ് അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. അപ്പോ പഞ്ചായത്ത് രാജ് നിയമം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചതാണെന്ന് ചോദിച്ചാൽ ഇനി തെറ്റരുത്, രാജീവ് ഗാന്ധിയാണ്. എന്നാൽ അന്ന് എന്താ സംഭവിച്ചത്? പാർലമെന്റ് ഈ നിയമം തള്ളിക്കളയുകയാണ് ചെയ്തത്. അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദ്യം. ഒന്നാമത്തെ പോയിന്റ്. ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂലൈ 11 അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂലൈ 11 അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. 1987 ജൂലൈ 11 ഭൂമിയിലെ മനുഷ്യരുടെ എണ്ണം 500 കോടി തികഞ്ഞു. 1987 ജൂലൈ 11 ഭൂമിയിലെ എല്ലാ മനുഷ്യരുടെയും എണ്ണം 500 കോടി തികഞ്ഞു. ജനസംഖ്യാ ദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ഡോക്ടർ KC സക്കറിയയാണ്. ജനസംഖ്യാ ദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ഡോക്ടർ KC സക്കറിയ എന്ന മലയാളിയാണ്.
141 കോടി ജനമുള്ള ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. 141 കോടി ജനങ്ങളുള്ള ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. ഇത്രയുമായിരുന്നു പറഞ്ഞിരുന്ന പ്രസ്താവനകൾ. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാം, ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്, ശ്രദ്ധിച്ചോളണേ. അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ശരിയായ ഉത്തരം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂലൈ 11 അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. 1987 ജൂലൈ 11 ഭൂമിയിലെ മനുഷ്യരുടെ എണ്ണം 500 കോടി തികഞ്ഞിരുന്നു. അതിന്റെ ഓർമ്മയാർത്ഥമാണ് ജൂലൈ 11 അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനമായിട്ട് തിരഞ്ഞെടുത്തത്. ജനസംഖ്യാ ദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ഡോക്ടർ KC സക്കറി എന്ന മലയാളിയാണ്. പഠിച്ചോളനെ, ജനസംഖ്യാ ദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ഡോക്ടർ KC സക്കറിയ എന്ന മലയാളിയാണ്. 141 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലാണ് ലോകത്ത്, അല്ലെങ്കിൽ ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. പഠിക്കുക. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഹീറോ എന്നറിയപ്പെടുന്നത് MP സിംഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഹീറോ എന്നറിയപ്പെടുന്നത് MP സിംഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്ന സമയത്ത് കൃഷിമന്ത്രി സുബ്രഹ്മണ്യനാണ്, ശ്രീ സുബ്രഹ്മണ്യമാണ്. അതുപോലെ ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരി? ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഹീറോ എന്നറിയപ്പെടുന്നത് MP സിംഗ് ആണ്. കേട്ടില്ലാത്ത സുഹൃത്തുക്കൾ പഠിച്ചോളേ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഹീറോ എന്നറിയപ്പെടുന്നത് MP സിംഗ് ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടക്കുന്ന സമയത്ത് കൃഷിമന്ത്രി ആരെന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യമാണ്. പഠിച്ചോ. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗ് ആണ് കേട്ടോ. ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. ശ്രീ സുബ്രഹ്മണ്യം എല്ലാം ശ്രമിക്കുക, C സുബ്രഹ്മണ്യമാണ് കേട്ടോ. C സുബ്രഹ്മണ്യമാണ്. പഠിക്കുക. താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്നും വിജയിച്ച സഹമന്ത്രിയായ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന മേഖലകൾ ഏതെല്ലാം എന്നാണ്. ഓപ്ഷൻ A പറഞ്ഞിരിക്കുന്നു പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. ഓപ്ഷൻ B പറഞ്ഞിരിക്കുന്നു തുറമുഖം, ഫിഷിംഗ്, ജലഗതാഗതം. ഓപ്ഷൻ C പറഞ്ഞിരിക്കുന്നു ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം. ഓപ്ഷൻ D പറഞ്ഞിരിക്കുന്നു കോർപ്പറേറ്റ് കാര്യം, റോഡ് ഗതാഗതം, ഹൈവേ. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് സുരേഷ് ഗോപി സഹമന്ത്രിയായിട്ട് കൈകാര്യം ചെയ്യുന്ന മേഖല എന്നാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ A ആണ്. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം എന്നീ മേഖലകളാണ് ഇവിടെ കേരളത്തിൽ നിന്ന് വിജയിച്ച സഹമന്ത്രിയായ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്നത്. പഠിച്ചോളനെ, നല്ലൊരു ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്ന് വിജയിച്ച സഹമന്ത്രിയായ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന മേഖലകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാല് പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം എന്നിവയാണ്. ഏതൊക്കെയാണ്? പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം എന്നീ മേഖലകളിലാണ് സുരേഷ് ഗോപി സഹമന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നത്. പഠിക്കുക. നാലാമത്തെ ചോദ്യം, അഗ്നി 5 മിസൈലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ ബഹുലക്ഷ്യ മിസൈലായ അഗ്നി 5ന്റെ ആക്രമണ പരിധി 4000 കിലോമീറ്റർ ആണ്. രണ്ടാമത്തെ പോയിന്റ്, അഗ്നി 5 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആണ്. മൂന്നാമത്തെ പോയിന്റ്, അഗ്നി 5 പരീക്ഷണത്തിന്റെ രഹസ്യനാമം മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. നാലാമത്തെ പോയിന്റ്, അഗ്നി 5 പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് ഷീന റാണിയാണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പ്രസ്താവനയാണ്. എന്താണ് അവിടെ തെറ്റെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ബഹുലക്ഷ്യ മിസൈലായ അഗ്നി 5ന്റെ ആക്രമണ പരിധി എന്ന് പറയുന്നത് 4000 കിലോമീറ്റർ അല്ല. എത്രയാ സുഹൃത്തുക്കളെ? 5000 കിലോമീറ്റർ ആണ് കേട്ടോ. പഠിച്ചോളനെ, ഇന്ത്യയുടെ ബഹുലക്ഷ്യ മിസൈൽ ആയിട്ടുള്ള അഗ്നി മിസൈലിന്റെ ആക്രമണ പരിധി, അഗ്നി മിസൈൽ 5ന്റെ ആണ് കേട്ടോ. അഗ്നി മിസൈലിന്റെ 5ാമത്തെ പതിപ്പിന്റെ ആക്രമണ പരിധി എത്രയാണ്? 5000 കിലോമീറ്റർ ആണ്. എത്ര കിലോമീറ്റർ ആണ്? 5000 കിലോമീറ്റർ ആണ്. ഇനി അഗ്നി 5 എന്ന് പറയുന്ന മിസൈൽ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആണ്. അഗ്നി 5 എന്ന് പറയുന്നത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആണ്. അഗ്നി 5ന്റെ പരീക്ഷണ രഹസ്യനാമം അറിയപ്പെടുന്ന പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. പഠിച്ചോളനെ, അഗ്നി 5ന്റെ പരീക്ഷണത്തിന്റെ രഹസ്യനാമം എന്താ സുഹൃത്തുക്കളെ? മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. ഇനി അഗ്നി 5 പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഷീന റാണിയാണ്. പഠിച്ചോളനെ, അഗ്നി 5ന്റെ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? ഷീന റാണിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. അഗ്നി 5 മിസൈലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ
ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഇന്ത്യയിലെ ബഹുലക്ഷ്യ മിസൈലായ അഗ്നി 5ന്റെ ആക്രമണ പരിധി എന്ന് പറയുന്നത് 4000 കിലോമീറ്റർ അല്ല കേട്ടോ. എത്രയാണ്? 5000 കിലോമീറ്റർ ആണ്. എടുത്തു പഠിച്ചോളനെ. അഗ്നി 5 ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. അഗ്നി 5ന്റെ പരീക്ഷണത്തിന്റെ രഹസ്യനാമം മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. അഗ്നി 5 പരീക്ഷണത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഷീന റാണിയാണ്. പഠിക്കുക. നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത് 2010 ആണ്. രണ്ടാമത്തെ പ്രസ്താവന ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം റഷ്യയാണ്. മൂന്നാമത്തെ പ്രസ്താവന ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. നാലാമത്തെ പ്രസ്താവന കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല വയനാടാണ്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4 മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റെന്ന് ചോദിച്ചാല് അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത് 2010 അല്ല 2011 ആണ് കേട്ടോ. ശ്രദ്ധിച്ചോളേ. അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത് 2011 ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം റഷ്യയാണ്. അത് വളരെ ശരിയായ പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളെ സുഹൃത്തുക്കളെ. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അന്താരാഷ്ട്ര വനവർഷമായി നമ്മൾ ആചരിച്ചത് 2011 ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം റഷ്യയാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശ്. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല വയനാട് ജില്ലയാണ്. പഠിക്കുക. ഇനി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ചോദ്യം. ഏറ്റവും കൂടുതൽ വനമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വനമുള്ള കേരളത്തിലെ ജില്ല അറിയാവുന്ന സുഹൃത്തുക്കളെ ഒന്ന് കമന്റ് ചെയ്യുക. കേരളത്തിൽ ഏറ്റവും കുറച്ച് വനമുള്ള ജില്ല ഏതാ സുഹൃത്തുക്കളെ? അത് ആലപ്പുഴ ജില്ലയാണ് അല്ലെ. നമ്മൾ ഒരുപാട് പേർക്ക് അറിയാവുന്ന പോയിന്റ് ആണ്. ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കുറച്ച് വനമുള്ള ജില്ല കേട്ടോ. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല സുഹൃത്തുക്കൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ 6ാമത്തെ ചോദ്യം എം.എൻ. റോയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എം.എൻ. റോയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്. ഒന്നാമത്തെ പോയിന്റ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്. രണ്ടാമത്തെ പോയിന്റ് റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിന്റെ പിതാവ്. മൂന്നാമത്തെ പോയിന്റ് ജനകീയാസൂത്രണം എന്ന വാക്ക് ഉപയോഗിച്ച വ്യക്തി. നാലാമത്തെ പോയിന്റ് എം.എൻ. റോയിയുടെ പ്രശസ്തമായ പുസ്തകമാണ് ഇന്ത്യ ട്രാൻസിഷൻ. എന്താണ്? ഇന്ത്യ ട്രാൻസിഷൻ. ഈ പറഞ്ഞിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. എം.എൻ. റോയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് എന്നറിയപ്പെടുന്നത് എം.എൻ. റോയി ആണ്. റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിന്റെ പിതാവ് എം.എൻ. റോയി ആണ്. റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ അത് എം.എൻ. റോയി ആണ്. ജനകീയാസൂത്രണം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? എം.എൻ. റോയി ആണ്. ജനകീയാസൂത്രണം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ എം.എൻ. റോയി ആണ്. എം.എൻ. റോയിയുടെ പ്രശസ്തമായ പുസ്തകമാണ് ഇന്ത്യ ട്രാൻസിഷൻ. പഠിച്ചോളേ. എം.എൻ. റോയിയുടെ പ്രശസ്തമായ പുസ്തകമാണ് ഇന്ത്യ ട്രാൻസിഷൻ. നമ്മുടെ 7ാമത്തെ ചോദ്യം കേരള ന്യൂനപക്ഷ ആക്ട് 2014 അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾക്ക് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. കേരള ന്യൂനപക്ഷ ആക്ട് 2014 അനുസരിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ 1ാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നു ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. രണ്ടാമത്തെ നമ്മുടെ പോയിന്റ് പറഞ്ഞിരിക്കുന്നു കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടതും അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ആയിരിക്കേണ്ടതുമാണ്. ഇതിൽ ഏതാണ് ശരിയെന്നാണ് PSC ചോദിച്ചിരുന്നത്. അല്ലെ ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 2 പോയിന്റും വളരെ ശരിയാണ് കേട്ടോ. അപ്പൊ ഈ 2 പോയിന്റും ഇവിടെ വെച്ചങ്ങ് പഠിച്ചു വെക്കുക. കേരള ന്യൂനപക്ഷ ആക്ട് 2014 അനുസരിച്ചുള്ള പ്രസ്താവനകളാണ്. ആ 2 പ്രസ്താവനകളും പഠിച്ചോളനെ. 1ാമത്തെ പ്രസ്താവന എന്താ സുഹൃത്തുക്കളെ? ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായം ആയിരിക്കണം. അതായത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം അവർ കുറെ സമുദായങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്, ന്യൂനപക്ഷമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു സമുദായം ആയിരിക്കണം. അതുപോലെ തന്നെ ഈ കമ്മീഷനിലെ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടതാണ്. ആ വനിത എവിടെയുള്ളതായിരിക്കണം? ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ആയിരിക്കേണ്ടതുമാണ്. ന്യൂനപക്ഷ സമുദായത്തിന്റെ ഭാഗമായിരിക്കേണ്ട വനിതയുമായിരിക്കണം. പഠിക്കുക. നമ്മുടെ 8ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ
വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് കൊല്ലേരു ആന്ധ്രാപ്രദേശ്, ആറളം കേരളം, അതുപോലെ തന്നെ ബ്രഹ്മഗിരി കർണാടക. ഇതിനകത്ത് ശരിയായിട്ടുള്ള പേർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഏതാ സുഹൃത്തുക്കളെ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരി തന്നെയാണ് കേട്ടോ, പഠിച്ചോളണേ. അപ്പോൾ ഇത് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ എന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. താഴെ പറഞ്ഞിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതും തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്നു. അതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് PSC ചോദിച്ചത്. ഒന്നാമത്തെ എന്താണ്? കൊല്ലേരു എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. ഈ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം അങ്ങ് പഠിച്ചോളണേ. ഇപ്പൊ PSC ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടേ. ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകത്തിലാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ്. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. കൊല്ലേരു വന്യജീവി സങ്കേതം ആന്ധ്രാപ്രദേശ്, ആറളം വന്യജീവി സങ്കേതം നമ്മുടെ കേരളത്തിലാണ്, ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം കർണാടകയാണ്. അതിൽ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം ഒന്ന് ടാഗ് ചെയ്ത് പഠിക്കുക. എവിടെയാണ്? കർണാടകയിൽ. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നു. പാത്രക്കടവ് പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. താഴെ പറയുന്നതിലെ ഈ 3 പോയിന്റ്സ് വായിച്ചിട്ട് നദി ഏതാണെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. യെസ്, ഓപ്ഷൻ ഡി കുന്തിപ്പുഴയാണ്. അപ്പൊ കുന്തിപ്പുഴയുടെ പ്രധാനപ്പെട്ട 3 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാ സുഹൃത്തുക്കളെ കുന്തിപ്പുഴയുടെ ആ 3 പോയിന്റ്? കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുന്തിപ്പുഴ. പാത്രക്കടവ് പദ്ധതി സ്ഥിതി ചെയ്യുന്ന, അല്ലെ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. നമ്മുടെ ഇത്രയും നദികൾ പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ ഓപ്ഷനിൽ ഇത്രയും നദികൾ പറഞ്ഞിരിക്കുന്നുണ്ട്. അവരുടെ പ്രത്യേകതയോട് എന്ന് പറയാം. കുറ്റ്യാടിപ്പുഴയുടെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? കുറ്റ്യാടിപ്പുഴയുടെ പ്രത്യേകത കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്, അല്ലെ? കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കടലുണ്ടിപ്പുഴയുടെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? കടലുണ്ടിപ്പുഴയുടെ കരിമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴ എന്ന് ചോദിച്ചാൽ അത് കടലുണ്ടിപ്പുഴയാണ്. കരിമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? കടലുണ്ടിപ്പുഴയാണ്. തൂതപ്പുഴയുടെ പ്രത്യേകത എന്താണ്? സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴയാണ്, അല്ലെ? സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ആരാണ്? നമ്മുടെ തൂതപ്പുഴയാണ്. അപ്പൊ അതുകൂടി ഒന്ന് പഠിച്ചോളണം. ഇതിന്റെ ഭാഗമായിട്ട് ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി, പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. ഇതിന്റെ ശരിയായ ഉത്തരം ആരാണ്? നമ്മുടെ കുന്തിപ്പുഴയാണ്. അപ്പോൾ ബാക്കിയുള്ള 3 ഓപ്ഷൻ കൂടെ ഒന്ന് പഠിക്കുക. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ, കരിമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴ, സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയെ എന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴയും, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയെ എന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയുമാണ്. നമ്മുടെ 9ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മൺസൂണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രസ്താവന, മൺസൂൺ എന്ന വാക്ക് അറബി വാക്കായ മൗസിം എന്ന വാക്കിൽ നിന്നും രൂപപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന, മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തി കേരളത്തിലേക്ക് എത്തിയ നാവികനാണ് ഹിപ്പാലസ്. മൂന്നാമത്തെ പോയിന്റ്, മൺസൂൺ കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സൂര്യന്റെ അയനം, കൊറിയോലിസ് ബലം, താപത്തിലെ വ്യത്യാസം. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ശരിയാണ് കേട്ടോ. ഈ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ് കേട്ടോ. ശരിയാണ്. അപ്പൊ ഒന്നുകൂടി പഠിക്കാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചിരിക്കുക. മൺസൂണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? മൺസൂൺ എന്ന വാക്ക് അറബി വാക്കായ മൗസിം എന്ന വാക്കിൽ നിന്നും രൂപപ്പെട്ടതാണ്. മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തി കേരളത്തെത്തിയ നാവികനാണ് ഹിപ്പാലസ്. മൺസൂൺ കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സൂര്യന്റെ അയനം, കൊറിയോലിസ് ബലം, താപത്തിലെ വ്യത്യാസം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. മൺസൂണുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 പ്രസ്താവനകൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. മൺസൂൺ എന്ന വാക്ക് മൗസിം എന്ന അറബി വാക്കിൽ നിന്നും രൂപപ്പെട്ടു. മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തി കേരളത്തിലേക്ക് എത്തിയ നാവികനാണ് ഹിപ്പാലസ്. മൺസൂൺ കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സൂര്യന്റെ അയനം, കൊറിയോലിസ് ബലം, താപനിലയിലെ വ്യത്യാസം പഠിക്കുക. താഴെ പറയുന്നവയിൽ ശരി അല്ലാത്ത ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക.
ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ഓപ്ഷൻ ബി ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഓപ്ഷൻ സി ഡൽഹി താന്തിയ തോപ്പി. ഓപ്ഷൻ ഡി ഝാൻസി റാണി ലക്ഷ്മി ഭായ്. ഇതിലെ തെറ്റായിട്ടുള്ള ജോഡി ഏതാ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ ശരിയല്ലാത്ത ജോഡി ഏതാ സുഹൃത്തുക്കളെ? ഓപ്ഷൻ സി താന്തിയ തോപ്പി ഡൽഹി എന്നുള്ളതാണ്. ഓപ്ഷൻ സി താന്തിയ തോപ്പി ഡൽഹി എന്നുള്ളതാണ്. അത് തെറ്റാണ്. കാരണം ഡൽഹിയിൽ ആരായിരുന്നു സുഹൃത്തുക്കളെ? ഡൽഹിയില് നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ബഹദൂർ ഷാ സഫറും ജനറൽ ബക്ത് ഖാനുമായിരുന്നു കേട്ടോ. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലക്നൌവിൽ ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. ഫൈസാബാദിൽ ആരായിരുന്നു? മൗലവി അഹമ്മദുള്ളയാണ്. ഡൽഹിയിൽ താന്തിയ തോപ്പി അല്ല. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ, അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബഹദൂർ ഷാ സഫർ എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ജനറൽ ആയിരുന്ന ജനറൽ ബക്ത് ഖാൻ, അല്ലെങ്കിൽ സൈനിക തലവനായിരുന്ന ജനറൽ ബക്ത് ഖാനുമായിരുന്നു ഡൽഹിയിൽ എന്താണ് നമ്മുടെ കലാപം നിയന്ത്രിച്ചിരുന്നത്. അതുപോലെ തന്നെ ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മി ഭായിയുമായിരുന്നു. പഠിക്കുക. നമ്മുടെ 11ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക. താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ഓസോൺ നാശത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങൾ നിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോള്. രണ്ടാമത്തെ പോയിന്റ്, താഴെ നിന്ന് മുകളിലേക്കായി എഴുതുമ്പോൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ എന്നിങ്ങനെയാണ് ഭൂമിയിൽ അന്തരീക്ഷ പാളികൾ കാണപ്പെടുന്നത്. ഓപ്ഷൻ സി, അന്താരാഷ്ട്ര ഉടമ്പടിയായ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് 1997 നാലാമത്തെ പോയിന്റ്, മേഘങ്ങൾ, മഴ, ഇടിമിന്നൽ, കാറ്റ് എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ തെറ്റായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ ബി ആണല്ലേ സുഹൃത്തുക്കളെ? കാരണം ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എന്താണ് ഭൂമിയിലെ അന്തരീക്ഷ പാളികൾ കൃത്യമായിട്ടല്ല, അതിൽ തെറ്റുണ്ടല്ലേ. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം ഭൂമിയിലെ അന്തരീക്ഷ പാളികള്? ആദ്യം ആരാ വരുന്നത്? ട്രോപ്പോസ്ഫിയർ ആണ്. രണ്ടാമത് ആരാ വരുന്നത്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. മൂന്നാമത് വരുന്നത് ആരാണ്? മീസോസ്ഫിയർ ആണ്. അതുപോലെ നാലാമതായിട്ടാണ് ആര് വരുന്നത്? തെർമോസ്ഫിയർ വരുന്നത്. പഠിക്കുക, തെർമോസ്ഫിയർ വരുന്നത് പഠിക്കുക. അപ്പൊ ഇത്രയും പോയിന്റ് സുഹൃത്തുക്കൾ ഓർക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാനായിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം. TR എന്ന് വെച്ച് കഴിഞ്ഞാല് ടീച്ചർ എന്നല്ലേ സുഹൃത്തുക്കളെ പറയുന്നത്? TR എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് ഫോമിൽ എന്താ ടീച്ചറിനെ പറയുന്നതാണല്ലേ TR എന്ന്. അപ്പോ ഇങ്ങനെ പഠിച്ചു വെക്കുക. ടീച്ചർ സ്റ്റാർ ആകാൻ മീഷോയിൽ നിന്നും ടീ വാങ്ങി എന്നങ്ങ് പഠിക്കുക കേട്ടോ. ടീച്ചർ സ്റ്റാർ ആകാൻ മീഷോയിൽ നിന്ന് ടീ വാങ്ങി എന്നങ്ങ് പഠിക്കുക. പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല, ഭൂമിയിൽ അന്തരീക്ഷ പാളികൾ ചോദിച്ചാല് TR എന്ന് വെച്ചാൽ നമ്മുടെ ടീച്ചറിന്റെ ഷോർട്ട് ഫോം ആണെന്ന് പറഞ്ഞേ. അപ്പൊ TR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ, സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ. മീഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസോസ്ഫിയർ, മീഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസോസ്ഫിയർ. അതുപോലെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് തെർമോസ്ഫിയർ ആണ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോസ്ഫിയർ ആണ്. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. പറയാം, ശ്രദ്ധിച്ചോളണേ. ഓസോൺ നാശത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങൾ നിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോള്. എന്താണ്? ഓസോൺ നാശത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങൾ നിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അതുപോലെ തന്നെ ഭൂമിയിലെ അന്തരീക്ഷ പാളികൾ എങ്ങനെയാ കാണപ്പെടുന്നത്? താഴെ നിന്ന് മുകളിലേക്ക് എഴുതുമ്പോൾ ആദ്യം ഏതാ വരുന്നത്? ട്രോപ്പോസ്ഫിയർ ആണ്. അതിനുശേഷം സ്ട്രാറ്റോസ്ഫിയർ വരുന്നു. അതിനുശേഷം മീസോസ്ഫിയർ വരുന്നു. അതിനുശേഷമാണ് തെർമോസ്ഫിയർ വരുന്നത്. പഠിക്കുക. അതുപോലെ അന്താരാഷ്ട്ര ഉടമ്പടിയായ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് 1997 കേട്ടോ. അന്താരാഷ്ട്ര ഉടമ്പടിയായ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് എത്രയിലാണ്? 1997. മേഘങ്ങൾ, ഇടിമിന്നൽ, മഴ, കാറ്റ് എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോളണേ. മേഘങ്ങള്, മഴ, ഇടിമിന്നൽ, കാറ്റ് എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നത് എവിടെയാണ്? അത് ട്രോപ്പോസ്ഫിയറിലാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം ചോദിച്ചാൽ 1987 സെപ്റ്റംബർ മാസം 16 ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് 1997 ഡിസംബർ മാസം 11 12ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. താഴെ പറയുന്നവയിൽ ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ദേശീയ വനിതാ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. ദേശീയ വനിതാ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദേശീയ വനിതാ കമ്മീഷനിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും ഒരു പൊതുരേഖയോ അതിന്റെ പകർപ്പോ ആവശ്യപ്പെടുന്നതിനുള്ള അധികാരമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 2 പോയിന്റും ശരിയാണ് കേട്ടോ.
പഠിച്ചോളണേ. ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ് ആണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. ദേശീയ വനിതാ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. അപ്പോൾ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ എന്തൊക്കെ അധികാരമുണ്ടോ ആ അധികാരങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷന് ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നോ ഒരു ഓഫീസിൽ നിന്നോ ഏതെങ്കിലും ഒരു പൊതുരേഖയോ അതിന്റെ പകർപ്പോ ആവശ്യപ്പെടുവാനുള്ള അധികാരമുണ്ട്. അത് തന്നെയാണ് ഒരു സിവിൽ കോടതിയുടെ ഏറ്റവും പരമപ്രധാനമായ അധികാരം എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ശ്രദ്ധിക്കുക. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയാം. ദേശീയ വനിതാ കമ്മീഷന് ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും ഒരു പൊതുരേഖയോ അതിന്റെ പകർപ്പോ ആവശ്യപ്പെടുവാനുള്ള അധികാരമുണ്ട്. പഠിക്കും. 13ാമത്തെ ചോദ്യം, താഴെ പറഞ്ഞവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണമാണ് ഇടയ്ക്ക. ഓൾ ഇന്ത്യ റേഡിയോ 1930 മുതൽ 30 വർഷത്തേക്ക് നിരോധിച്ച സംഗീത ഉപകരണം ഹാർമോണിയം ആയിരുന്നു. തമിഴ്നാട്ടിലെ നരസിംഹപേട്ട എന്ന സ്ഥലത്ത് നിന്ന് നാഗസ്വരം നിർമ്മാണത്തിന് ഭൗമസൂചിക പദവി ലഭിച്ചു. സ്പെയിൻ എന്ന രാജ്യത്ത് നിന്നാണ് ഗിത്താർ പിറവിയെടുത്തത്. ഇതിൽ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണമാണ് ഇടയ്ക്ക. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണമാണ് ഇടയ്ക്ക. ഓൾ ഇന്ത്യ റേഡിയോ 1930 മുതൽ 30 വർഷത്തേക്ക് നിരോധിച്ച സംഗീത ഉപകരണം എന്ന് ചോദിച്ചാൽ അത് ഹാർമോണിയം ആയിരുന്നു കേട്ടോ. ഏതാണ്? ഹാർമോണിയം ആയിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് വിദേശ നിർമ്മിതമായിട്ടൊരു ഉപകരണമാണ് അല്ലെങ്കിൽ സംഗീത ഉപകരണമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാർമോണിയം നിരോധിച്ചത്. തമിഴ്നാട്ടിലെ നരസിംഹപേട്ട എന്ന സ്ഥലത്ത് നിന്നും നാഗസ്വര നിർമ്മാണത്തിന് ഭൗമസൂചിക പദവി ലഭിച്ചു. നാഗസ്വരം എന്ന് പറഞ്ഞാലും നാദസ്വരം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നാദസ്വരം അല്ലെങ്കിൽ നാഗസ്വരം എന്ന് പറയുന്ന നമ്മുടെ സംഗീത ഉപകരണം നിർമ്മിക്കുന്നതിൽ തമിഴ്നാട്ടിലെ നരസിംഹപേട്ട എന്ന് പറയുന്ന സ്ഥലം വളരെ ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിന് ഭൗമസൂചിക പദവി ലഭിച്ചു കേട്ടോ. എന്താണ്? ഭൗമസൂചിക പദവി ലഭിച്ചു. സ്പെയിൻ എന്ന രാജ്യത്ത് നിന്നാണ് ഗിത്താർ പിറവിയെടുത്തത്. അപ്പോൾ ഗിത്താറിന്റെ ജന്മദേശം ഏതാണ്? സ്പെയിൻ ആണ്. ഗിത്താറിന്റെ ജന്മദേശം ഏതാണ്? സ്പെയിൻ ആണ്. നമ്മുടെ 14ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ തിരമാലയിൽ നിന്നുള്ള വൈദ്യുത ഉൽപാദന പദ്ധതി സ്ഥാപിതമായ സ്ഥലം വിഴിഞ്ഞം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയിലൂടെ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. ഇതിൽ പ്രസ്താവനയിൽ ഏതാ സുഹൃത്തുക്കളെ ശരി? താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. കേരളത്തിലെ ആദ്യത്തെ തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി സ്ഥാപിതമായത് എവിടെയാണ്? അത് വിഴിഞ്ഞത്താണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയിലൂടെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജലവൈദ്യുതിയിലൂടെയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസല്. പള്ളിവാസൽ വന്ന വർഷം എത്രയാണ്? 1940 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വന്നത് എന്നാ സുഹൃത്തുക്കളെ? 1940. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലുള്ള ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്ന മണിയാർ എവിടെയാ സുഹൃത്തുക്കളെ സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയിലാണ്. അതുകൂടെ ഒന്ന് പഠിച്ചോളണേ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. അത് സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ല. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് പള്ളിവാസല്. പള്ളിവാസൽ സ്ഥാപിതമായ വർഷം 1940. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയിലൂടെയാണ്. കേരളത്തിലെ ആദ്യത്തെ തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് എവിടെയാണ്? അത് വിഴിഞ്ഞത്ത് നിന്നാണ്. പഠിക്കുക. 15ാമത്തെ ചോദ്യം, മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം പ്രസ്താവനകൾ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. ഓപ്ഷൻ ബി, അൽ ഹിലാൽ പത്രത്തിന്റെ സ്ഥാപകൻ. ഓപ്ഷൻ സി, 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ ഡി, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് ചോദിച്ചാൽ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ പ്രസ്താവനകൾ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു പഠിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാൽ പത്രത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്നറിയപ്പെടുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം. ഒന്നുകൂടി പറയാം,
ശ്രദ്ധിക്കുക, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. അൽ ഹിലാൽ പത്രത്തിന്റെ സ്ഥാപകൻ മൗലാന അബ്ദുൽ കലാം ആസാദ് 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്നറിയപ്പെടുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. പഠിക്കുക. നമ്മുടെ 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വിജയനഗര സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടക, സേലം സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ, ഭിലായ് ഉരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരിയായിട്ടുള്ള ജോഡി? ആദ്യത്തെ 3 ജോഡികൾ ശരിയാണ്. ഇതിൽ തെറ്റാരാണ്? നമ്മുടെ ഭിലായ് ഉരുക്ക് നിർമ്മാണശാല മധ്യപ്രദേശ് അല്ല, അത് എവിടെയാ സുഹൃത്തുക്കളെ? നമ്മുടെ ഛത്തീസ്ഗഡിലാണ് അല്ലെ. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. വിജയനഗര സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകം, സേലം സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ, ഭിലായ് ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. 17ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഓപ്ഷൻ ബി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഓപ്ഷൻ സി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. ഓപ്ഷൻ ഡി, ആദ്യത്തെ വന്യജീവി സങ്കേതമെന്നും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമെന്നും അറിയപ്പെടുന്നത് പെരിയാർ ആണ്. ഇതിൽ ഏതാണ് ശരിയെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇനി കേന്ദ്രഭരണ പ്രദേശമാണ് ചോദിക്കുന്നത് ഏതാ സുഹൃത്തുക്കളെ? അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ് കേട്ടോ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് അല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ആൻഡമാൻ നിക്കോബാറുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ചോദിച്ചാൽ ഇടുക്കി ജില്ല. ആദ്യത്തെ വന്യജീവി സങ്കേതമെന്നും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമെന്നും അറിയപ്പെടുന്നത് പെരിയാർ ആണ്. പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്നാ സുഹൃത്തുക്കളെ? 1950 കേട്ടോ. പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1950. പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യത്തെ പേരെന്താ സുഹൃത്തുക്കളെ? നെല്ലിക്കാംപെട്ടി എന്നായിരുന്നു കേട്ടോ. നെല്ലിക്കാംപെട്ടി എന്നായിരുന്നു. ഇത്രയും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളണേ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്നും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്നാണ്? 1950. അതുപോലെ തന്നെ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന്. അതുപോലെ തന്നെ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറി എന്നായിരുന്നു, അല്ലെങ്കിൽ നെല്ലിക്കാംപെട്ടി വന്യജീവി സങ്കേതം എന്നായിരുന്നു. ഇത് കൂടി ഒന്ന് പഠിച്ചു വെക്കുക. 18ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ഉൽപ്പന്നവും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവുമാണ് ഇവിടെ ചേരുംപടി ചേർക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ചണം. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ഇന്ത്യ. ഓപ്ഷൻ ബി, ഗോതമ്പ്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം തായ്ലാന്റ്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ് കേട്ടോ. പഠിച്ചോളണേ. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം തായ്ലാന്റ് ആണ്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. ഒന്നുകൂടി പറയാം, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം തായ്ലാന്റ് ആണ്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കുന്ന PSC ബുള്ളറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസ്താവന ചോദ്യങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 2024 പുറത്തിറക്കിയ നമ്മുടെ PSC ബുള്ളറ്റിൽ നിന്നുള്ളതാണ് കേട്ടോ. സുഹൃത്തുക്കൾ എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്ന സുഹൃത്തുക്കളെ നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.